കുട്ടികളല്ല, കൊടും കുറ്റവാളികൾ. 5 പേർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുത്തു പോലീസ്. മുഹമ്മദ് ഷഹബാസിനെ ഇത്തരമൊരു അവസ്ഥയിലേക്ക് മാറ്റാൻ പ്രത്യേക കാരണങ്ങളൊന്നുമില്ല. ചെറിയ നിസാര പ്രശ്നത്തിന് വേണ്ടിയാണ് കുറ്റവാളികളായ കുട്ടികൾ അവനെ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞയച്ചത്. വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി മരണപ്പെടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവർ ഇത്തരമൊരു കുറ്റകൃത്യം ചെയ്തത്. 28-ാം തീയതി 5 മണിയോടുകൂടിയാണ് ഷഹബാസിന് ഈ ദാരുണ സംഭവം ഉണ്ടാകുന്നത്. പഠിക്കാൻ മിടുക്കനായ കുട്ടി, പക്ഷേ തീർത്ത് കളഞ്ഞു അവർ. ചെറിയ മക്കളിലും എങ്ങനെയാണ് ഈ ക്രൂരതയുടെ മുഖം വെളിവാകുന്നത്? ഗൂഢാലോചന നടത്താനും അതുപോലെ തന്നെ പ്രവർത്തിക്കുവാനുമുള്ള ഇവരാണോ പിഞ്ചുകുട്ടികൾ? കുട്ടികൾ എന്നുള്ള പരിഗണനയൊന്നും ഇവർക്ക് നൽകാൻ പാടില്ല. അങ്ങനെ നൽകുകയാണെങ്കിൽ അത് ഇനിയും ഇത്തരം സംഭവങ്ങൾ ഭൂമിയിൽ നടക്കാനുള്ള സാഹചര്യത്തെ ഉണ്ടാക്കും. കുറ്റവാളികളായ കുട്ടികളിൽ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മക്കളും ക്രിമിനൽ കുറ്റവാളികളുടെ മക്കളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഭയം ഇവർക്ക് തീരെയില്ല. അതുതന്നെയാണ് ഇത്തരമൊരു കാര്യം ഉണ്ടാകാൻ കാരണമായത്. വ്യക്തമായി ഇൻസ്റ്റഗ്രാം മെസ്സേജിൽ പറയുന്നു, കൂട്ടത്തല്ലിൽ കേസെടുക്കാൻ പോലീസിനാകില്ല എന്ന്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് തന്നെ ഷഹബാസിനെ കൊന്നു കളയുമെന്നുള്ളത് ഉറപ്പിച്ചു പറയുന്നു അവർ. ഇനി പറയൂ, ഇവരാണോ കുട്ടികൾ? കൊടും കുറ്റവാളികളാണിവർ. അല്ലെങ്കിലും 12 വയസ്സിന് മുകളിലുള്ളവരെ കുട്ടികളെന്ന് വിലയിരുത്താൻ പാടില്ല. നാടിനും വീടിനും തീരാ നോവായി മടങ്ങി ഷഹബാസ്. വാവിട്ട് കരഞ്ഞ് സഹപാഠികളും കൂട്ടുകാരും. ഇത് സഹിക്കാനാവാത്ത ഒരു വാർത്ത തന്നെയായിരുന്നു താമരശ്ശേരിയിൽ നിന്ന് പുറത്തു വന്നത്. 10ാം ക്ലാസ് പരീക്ഷ കാത്തിരുന്ന പൊന്നുമോന് സംഭവിച്ചത് ആർക്കും സഹിക്കാനാവാത്ത കാര്യം തന്നെ. അത് കേട്ടവരെയും കണ്ടവരെയും ഒന്നടങ്കം തന്നെ കരയിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഡോക്ടർമാർ പറഞ്ഞത് ഷഹബാസിന്റെ വലത് ചെവിയുടെ മുകളിലെ തലയോട്ടി തകർന്നിരിക്കുന്നു. നെഞ്ചക്ക് കൊണ്ടുള്ള ശക്തമായ അടിയിൽ പാവം മുഹമ്മദ് ഷഹബാസ് എന്ന ആ പൊന്നുമോൻ പകച്ചുപോയി കാണും. എന്നിട്ടും തല്ലിയും കുത്തിയും അവനെ തീർക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശമായിരുന്നു ഈ കൊടും കുറ്റവാളികളായ കുട്ടികൾക്കുണ്ടായിരുന്നത്. എങ്ങനെയെന്നാൽ 15ഉം 16ഉം വയസ്സുള്ള മക്കളുടെ ആക്രമണത്തിൽ നടന്ന ഒരു പരുക്കല്ല ഷഹബാസിന്റെ തലയിലുണ്ടായിരുന്നത്. ആക്രമണം നേരിട്ട ശേഷം വീട്ടിലെത്തിയ ഷഹബാസ് രാത്രി ഛർദ്ദിച്ചതോടുകൂടിയാണ് വീട്ടുകാർ താമരശ്ശേരിയിലെ ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയപ്പോൾ തന്നെ ഡോക്ടർമാർ പറഞ്ഞത് 70% ഈ കുട്ടി ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല എന്നതാണ്. അത്ര വലുതായിരുന്നു ഷഹബാസിന്റെ തലക്ക് പറ്റിയ പരിക്കുകൾ. ഇത്രയേറെ മർദ്ദനമേറ്റിട്ടും ഷഹബാസ് എന്ന പൊന്നുമോൻ തൻ്റെ വീട്ടിൽ ആ കാര്യം പറഞ്ഞില്ല. ഇനിയൊരു കുഞ്ഞിനും ഇത്തരമൊരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ കുറ്റവാളികളായ കുട്ടികൾക്ക് ഒരു ദാക്ഷിണ്യവും നൽകാത്ത തരത്തിലുള്ള ശിക്ഷ തന്നെ വാങ്ങി നൽകണം. അങ്ങനെയല്ലെങ്കിൽ ധാരാളം ഷഹബാസുകളുടെ ഇതുപോലെയുള്ള മരണവിവരങ്ങൾ നമ്മൾ അറിഞ്ഞ് ഞെട്ടേണ്ടി വരും. ജീവിച്ചു കൊതി തീർന്നോ ഈ പാവത്തിൻ്റെ? വ്യക്തമായ കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ ഇത്രയേറെ ക്രൂരമായി മർദ്ദിച്ച് ഒരു പാവം കുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ട ഇവരെയെല്ലാം മനസ്സിൽ പോലും കരുതാത്ത തരത്തിലുള്ള ശിക്ഷ തന്നെ വാങ്ങി നൽകണം. എന്നാലേ ഇനി ഇത്തരം കാര്യങ്ങളിൽ അറുതി വരികയുള്ളൂ. അല്ലെങ്കിൽ ഇത് ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും. ഇനി ആരെങ്കിലും ഇവരെ സഹായിച്ചിട്ടുണ്ടോ? അതെ, അങ്ങനെയാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. സാധാരണ കുട്ടികൾ നെഞ്ചക്ക് കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ പരുക്ക് പറ്റാൻ സാധ്യതയില്ല. ശക്തനായ ഒരാളുടെ അടിയാണിത്. അതുകൊണ്ട് തന്നെയാണ് ഷഹബാസ് മോൻ്റെ തലയോട്ടി പിളർന്നതും തലച്ചോറിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായതും തുടർന്ന് മരണത്തിലേക്ക് ഷഹബാസ് എന്ന 15 വയസ്സുകാരൻ വീണുപോയതും. ഞങ്ങൾ എന്തായാലും കുത്തും, ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പോരെ എന്നുള്ള ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ പ്രതികൾ ആഹ്വാനം ചെയ്യുന്നതും എത്രയേറെ നീച ഹൃദയമാണ് ഇവർക്കുള്ളത് എന്ന് തെളിയിക്കുന്നതാണ്. സഹിക്കാനും പൊറുക്കാനും ഒരിക്കലും ഷഹബാസിൻ്റെ മാതാപിതാക്കൾക്ക് കഴിയില്ല എന്നുള്ളതും കണ്ണീരോട് കൂടി തന്നെ മനസ്സിലാക്കുന്നു. പഠിക്കാൻ മിടുക്കനും പുഞ്ചിരിച്ച് മാത്രം സംസാരിക്കുന്ന ഷഹബാസിന്റെ ഈ വിയോഗം നാടിനെയും വീടിനെയും ഒന്നടങ്കം തന്നെ കണ്ണീരിലാക്കി.